എന്താ ഇത്ര ആലോചിക്കാൻ? സൂസനെ കാണാൻ പോയിട്ട് എന്തായി? ഒന്നും പറഞ്ഞില്ലല്ലോ. എന്താവാൻ? സൂസനെ കണ്ടു, സംസാരിച്ചു. ഞങ്ങളൊന്ന് കറങ്ങി, പാർക്കിലും ബീച്ചിലൊക്കെ ഒന്ന് പോയി, നല്ല ഐസ്ക്രീമൊക്കെ കഴിച്ചു. സൂസന് കല്യാണാലോചനയൊക്കെ വരുന്നുണ്ടെന്ന് പറയുന്നത്. പാവം, നല്ല എവനെങ്കിലും കെട്ടിക്കൊണ്ട് പോയാൽ മതിയായിരുന്നു. അത്രയ്ക്ക് വിഷമമാണെങ്കിലേ തനിക്കെന്നെ കെട്ടിക്കൂടെ? ഞാനും അത് ആലോചിച്ചായിരുന്നു, പക്ഷെ വേണ്ടെന്ന് വെച്ചു. അതെന്താ വേണ്ടെന്ന് വെച്ചത്? അങ്ങനെ തീർത്തും വേണ്ടെന്ന് വെച്ചതൊന്നുമല്ല. നോക്കാം. പണ്ട് എന്ത് രസമായിരുന്നു ഞാനും സൂസനും. അവളതൊന്നും മറന്നിട്ടില്ല. പണ്ടത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് സമയം പോയത് അറിഞ്ഞില്ല. ദേ, ഇന്ന് റെസ്റ്റോറന്റിൽ വെച്ചൊരു സംഭവം ഉണ്ടായി. ഞാനും സൂസനും കഴിക്കാൻ വേണ്ടി ചെന്നപ്പോ റെസ്റ്റോറന്റിലെ ചേട്ടൻ ചോദിക്കുക, ഇത് വൈഫാണെന്ന്. ഞാൻ ആകെ അങ്ങ് ഇല്ലാണ്ടായി പോയി. എന്തിന്? തനിക്ക് പറഞ്ഞുകൂടായിരുന്നോ ഫ്രണ്ടാണെന്ന്? ശരിക്കും അപ്പൊ അങ്ങനെ പറയാൻ തോന്നില്ല. അതും പറഞ്ഞ് ഞാനും സൂസനും കൂടി ചിരിച്ചു കഴിഞ്ഞില്ലേ? ഇന്ന് സൂസനെ കണ്ടിട്ട് കേസിന്റെ കാര്യം എന്താ പറഞ്ഞെന്നൊന്ന് പറയാവോ? ആ, പറയാം. അതിനു മുമ്പ് ബീച്ചിൽ വെച്ച് വേറൊരു സംഭവം ഉണ്ടായി. ബീച്ചും ഞാനും സൂസനും കൂടി കടൽ തീരത്തോടി നടക്കുമ്പോഴേ അവിടെ കപ്പലണ്ടി വിൽക്കുന്ന ചേട്ടനില്ലേ, ഞങ്ങളോട് ചോദിക്കുക, മക്കളൊന്നും ആയില്ലെന്ന്. ഞാൻ പിന്നെ അങ്ങ് വല്ലാണ്ടായി പോയി. പിന്നെ സൂസൻ പറഞ്ഞു, ഇപ്പൊ ഞങ്ങള് കുഞ്ഞുങ്ങളെ കുറിച്ചൊന്നും ആലോചിക്കുന്നില്ലാന്ന്. പിന്നെ പിന്നീട് ഞങ്ങളത് പറഞ്ഞ് നിർത്തിക്കേ. കേസിന്റെ കാര്യം സൂസൻ എന്ത് പറഞ്ഞു പറ. പറയുന്ന പോലെ ഞാൻ സൂസനെ കാണാൻ പോയത് കേസിന്റെ കാര്യത്തിനായിരുന്നല്ലോ, അല്ലേ? അല്ലേ? പാർക്കിലും ബീച്ചിലും ഒക്കെ പോയപ്പോ താൻ പോയ കാര്യം മറന്നോ? മറന്നു. മറന്നിട്ടൊന്നുമില്ല. ദേ, കേസിനെ കുറിച്ചേ സൂസനോട് ഞാൻ ഇതിനിടയ്ക്ക് ഇങ്ങനെ കുറച്ചു നേരം നിന്ന് സംസാരിച്ചായിരുന്നു. ഫോസ്ഫറസ് വച്ചിരുന്ന ആ ടിന്ന് അവിടെ ആരാ കൊണ്ടുവച്ചതെന്ന് അറിയണം. ഫിംഗർ പ്രിന്റ്സ് ഒക്കെ അതിൽ നിന്ന് കിട്ടി. ആരാ കൊണ്ടുവച്ചതെന്ന് കൺഫേം ചെയ്യണമെങ്കിൽ സംശയമുള്ളവരൊരു ലിസ്റ്റ് തയ്യാറാക്കണം. എന്നിട്ട് ആ ലിസ്റ്റുള്ളവരെ വിരലടയാള പരിശോധനയ്ക്ക് വിധേയരാക്കണം. നമുക്ക് സംശയമുള്ള കുറച്ചു പേരുണ്ടല്ലോ, അവരിൽ ആരെങ്കിലും ആണെങ്കിൽ അവരുടെ വിരലടയാളം മാച്ചാവുകയാണെങ്കിൽ സംഗതി എളുപ്പാ. പക്ഷേ ഇതിനൊക്കെ കുറച്ച് സമയമെടുക്കും. കോടതിയിൽ ഇക്കാര്യം പറഞ്ഞ് നമുക്കൊരു സ്പെഷ്യൽ ഹർജി കൊടുക്കാം. സൂസൻ വേറൊന്നും പറഞ്ഞില്ലേ? പറഞ്ഞു, പക്ഷേ അത് കേട്ട് ഞാൻ ടെൻഷനാവരുത്. ഞാൻ തന്നോട് പറയണ്ടെന്ന് കരുതിയതാ. അത് തനിക്ക് വിഷമാവും. എന്താ സൂസൻ പറഞ്ഞത്? അത് വേറൊന്നുമല്ല. പരസ്പരം സ്നേഹിച്ച് എങ്ങോട്ടെങ്കിലും ഒളിച്ചോടി പോവാന്നാ സൂസൻ പറയുന്നതേ. നിങ്ങൾ രണ്ടുപേരും ഒളിച്ചോടി പോകുന്നതിന് ഞാൻ എന്തിനാ വിഷമിക്കുന്നേ? എന്നാലും ഞാനും താനും ഇത്രയ്ക്കും ബന്ധമായ സ്ഥിതിക്ക്. എത്രയ്ക്ക് ബന്ധമായ സ്ഥിതിക്ക്?